വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാമെന്ന്, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. എൻ്റെ വീഡിയോ ഒന്നും ആരും കാണലൊന്നുമില്ല, എന്നാലും വിചാരിച്ചു രാവിലെ എണീറ്റത് മുതലുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യാം. എൻ്റെ രൂപം കണ്ട് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇവളെന്താ ഒരു പക്കാളിനെ പോലെ നിൽക്കുന്നത്. എണീറ്റ് വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാവും. ബസ് ബാക്കിലേക്കൂടെ ബസ് ഫ്രണ്ടിലേക്കൂടെ ബസ് പോകുന്നതിൻ്റെ ശബ്ദം, അപ്പുറത്തെ പീടിയിലെ ഷട്ടർ അടിക്കുന്നതിൻ്റെ ശബ്ദ മലിനീകരണം. നമുക്കിതൊരു സ്ഥലം വരെ പോകേണ്ടിയിരിക്കുന്നു. പറ്റിയാൽ വീഡിയോ എടുക്കാം. ചിലപ്പോൾ എൻ്റെ ഈ വ്ളോഗിൽ ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എൻ്റെ വ്ളോഗിൽ ഞാൻ മതിയല്ലോ, ഞാനാണല്ലോ വ്ളോഗ് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ മതിയല്ലോ. എന്തിനാണ് നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം വ്ളോഗിൽ ഉൾപ്പെടുത്തും. താല്പര്യമുള്ള ആളെ മാത്രം മതി, അല്ലാത്ത ആരും ഞാൻ നിർബന്ധിച്ച് ഞാൻ എൻ്റെ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നതല്ല. ഗായ്സ്, ഇവിടെ മഴ പെയ്യുന്നു ഗായ്സ്. മഴ കാലാവസ്ഥ പ്രവചനമനുസരിച്ച് ഇനി അങ്ങോട്ട് മഴയുള്ള ദിനങ്ങളാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ മഴയുടെ കാണുന്നവർ വിചാരിക്കും ഇതെന്നാൽ ഇങ്ങനെ പ്രാകൃത കോലത്തിലൊരു പ്രാന്തി നടന്നു പോകുന്നത്. അമ്മമ്മ പറഞ്ഞിനി ഷാളെല്ലാം മര്യാദയ്ക്ക് ഇട്ടിട്ട് പീടിയിൽ പോകാം, പിന്നെ മഴ പെയ്യുന്നതുകൊണ്ട് പിന്നെ കൊടയും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മേനെ ഇന്ന് എയറിലിടാം. എന്തൊരു വിധിയായിട്ട് നോക്കണം. മഴയില്ലാത്തരം കൊടയെടുത്തിട്ട് പോകാനും പറഞ്ഞു, 10 മുട്ടയും വാങ്ങി. ഇതിപ്പോൾ ഞാൻ വഴിയോരത്തേക്ക് കൂടെ നടക്കുന്ന അണ്ണാച്ചിനെ പോലെ ഉണ്ട് കാണാനും. നാട്ടുംപുറം ടോക്സ് വേണ്ട. ചോറിന് ഇതെന്തെന്ന ചെമ്മീൻ്റെ എന്തോ റോസ്റ്റ്, പരിപ്പ് കറി, വറവ്, ഇതെന്തെന്നോ ഒരു കറി. വീട്ടിലാണെങ്കിൽ നമുക്ക് നല്ല ഹോം മെയ്ഡ് സാധനം തിന്നാം. ഇത് നല്ല അച്ചാറാ, ഭലേ ബേഷ്. ബാബു ഞാൻ എന്നെ എടുത്തോളൂ. ഈ വ്ളോഗിൽ ഞാൻ മാത്രമാണ് ഉണ്ടാവുക. ഞാൻ ആദ്യമേ പറഞ്ഞിനി എല്ലാവരോടും, നിങ്ങളത് കാണുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിനി എൻ്റെ വ്ളോഗിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ലേ പിന്നെ എന്നാന്ന് എൻ്റെ വ്ളോഗിൽ ഞാൻ മാത്രമേ. അതെ, അത് നിനക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ വ്ളോഗിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഞാൻ മാത്രം മതി വ്ളോഗിൽ. ഇവിടെ ഊട്ടിയിൽ പോകുന്ന പോലെയുള്ളത് കുഴപ്പമില്ല. ഞാൻ പോകുന്നിടത്തെല്ലാം എന്നെ അപമാനിക്കാൻ മാത്രമാണ് ആൾക്കാരുള്ളത്. ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട്. എടാ, നീ എന്റെ വ്ളോഗിൽ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്ന് നിന്റെ മുഖം കാണിക്കാം. നിന്നോട് ഞാൻ മറ്റൊന്നുമില്ല, പോടാ. അന്യല്ല കുറ്റവും പറഞ്ഞിട്ട് ഈടെ ഒരു ചെക്കനുണ്ട് ഗൈസ്. ഈ ചെക്കൻ്റെ പേര് വിഷ്ണു. നീ എവിടെ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഇൻട്രസ്റ്റഡ് അല്ലാത്ത ആരും എൻ്റെ വ്ളോഗിലൊന്നും ഞാൻ കൂട്ടൊന്നുമില്ല. ഞാൻ തന്നെ മെയിൻ കണ്ട ഇവിടെ ഇതിൽ കയറി വരുന്നതാണ്. എനിക്ക് ഞാൻ ഇവരെ ആരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല. ഇവർ കയറി വരുന്ന ഇവരെല്ലാം ഈ എൻ്റെ വ്ളോഗിൽ കാണുന്നവരെല്ലാം എൻ്റെ വ്ളോഗിൽ കയറി വന്നവരാണ്. ഞാൻ ഇവരെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇവരെൻ്റെ കുറ്റവും പറയും. പറഞ്ഞിട്ടില്ല ഇവരെൻ്റെ ഫോട്ടോ ഒന്നും എടുത്ത് തരൂല. ഞാൻ പറഞ്ഞിട്ടില്ല ഇവരെൻ്റെ ഫോട്ടോ ഒന്നും എടുത്ത് തരില്ല എന്ന്. അങ്ങനെ പറയുന്ന 2 ആൾക്കാരെ ഞാൻ കാണിച്ചത്. അപ്പുറത്തെ വീട്ടിലെ ചെക്കൻ ഇറങ്ങി ഓടി. വിഷ്ണു, നീ വരുന്ന എൻ്റെ വ്ളോഗില്? ആരും എൻ്റെ വ്ളോഗിൽ വരുന്നില്ല. ഇവരെന്നെ ലൈറ്റ് അടിപ്പിച്ച് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. അമൃത വരുന്ന എൻ്റെ വ്ളോഗിൽ നല്ല നോക്ക്. അപ്പൊ ഇവിടെ വന്നു കണ്ടോ, ഞാൻ ക്ഷണിക്കാണ്ട് കയറി വരുന്ന രീതികളാ ഇതൊക്കെ. പറ ഇനി സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ വരെ നടന്നു. ബൈ. നീ എന്നാ മുഖത്തൊന്നും ഒന്നും ചെയ്തിട്ടാണ്, നാച്ചുറൽ അല്ലേ. എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ എൻ്റെ ജീവിതം ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ ഇട്ടിട്ടാണുള്ളത്. ഇവിടെ ഒരുത്തി വണ്ടി ഓടിക്കുന്നാണ് പറയുന്നത്, പക്ഷെ ഒക്കെ ലൈറ്റ് കത്തിക്കാൻ അറിയില്ല പോലും. ഇവള് വണ്ടി ഓടിക്കുന്നതോടുകൂടി ഇതെന്റെ ലാസ്റ്റ് വ്ളോഗ് ആയിരിക്കുമെന്ന് എനിക്ക് അറിയൂല. ഹെൽമെറ്റ് എല്ലാം എടുത്തിട്ട് കാണുന്നുണ്ട്. ഇവക്ക് ലൈറ്റ് കത്തിക്കാൻ അറിയില്ല എന്ന് ഇവള് പറയുന്നത്. ഓക്കെ, ബൈ മോനെ. ഇതെല്ലാം എൻ്റെ വ്ളോഗ് കിട്ടുന്നുണ്ട്. നീ എൻ്റെ പ്രാഗുന്നല്ലിയിൽ കിട്ടുന്നുണ്ട്. ഗൈസ്, നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇരുടാണ്. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്.
അപ്പൊ നമ്മളിനി നമ്മളിനി നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തിയിട്ട് നമുക്ക് കാണാം. കുമ്മടി എന്റെ പല്ലുണ്ടി ഞാൻ പോയിട്ട് തുപ്പുന്നു. ഈ അടുത്ത ഏട്ടൻ നമ്മൾ മര്യാദയ്ക്ക് വന്ന് ഓർഡർ ചെയ്തിട്ട് എല്ലാ പ്രാവശ്യം ഇനി എങ്ങനെയാണ് മുഖത്ത് നോക്കിയില്ലേ മുഖത്ത് അതിൽ വെറുതെ ഇനി ഇങ്ങനെ നോക്കുകയാണ്. ആ പാട്ടൊക്കെ പറയാം. എനിക്ക് ബ്ലോഗ് എടുക്കാൻ പീഡിയക്കാർ വരെ എന്നെ വെറുതെ വിടുന്നില്ല. ഈ ഏട്ടൻ ഇടുന്നു ഞാൻ പറഞ്ഞവര് കേൾക്കുമോ? ഈ ഏട്ടൻ നിങ്ങളല്ല ഇവര്. ഈ ഏട്ടൻ ഇടുന്ന് ചോദിച്ചു എന്നാ തിന്നാൻ വേണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു കപ്പ മതിയെന്ന്. അപ്പം ഇവരെല്ലാം ചിരിച്ചു. എന്തിനാ നിങ്ങൾ ചിരിച്ചേ? പുട്ടും ബീഫും അല്ലേ? ഞാൻ ആദ്യമായിട്ട് പുട്ടും ബീഫും കഴിക്കാൻ പോകുന്നു. കൊള്ളാം. ചൂട് പറഞ്ഞാൽ നല്ലതല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ബീഫ് തിന്നിട്ടൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല. ചന്ദ്രൻ ഒന്ന് ഫ്ലാഷ് ഇട്ട് തരുവാ? നമ്മൾ നണിശ്ശേരി ബ്രിഡ്ജിന്റെ മുകളിൽ ഇപ്പം ഉള്ളത്. ഇത് നമുക്ക് മറ്റേ സിനിമ നമ്മളിവിടെ ഇരിക്കുന്നതായിട്ട് എല്ലാവർക്കും ചിരി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു നമ്മുടെ ഒരുമാതിരി ലേഡീസിനെ കണ്ടോണ്ടെന്ന് തോന്നുന്നു അല്ല. അനാവശ്യ ലൂസ് ടോക്സ് സംസാരിക്കല്ലേ. എനിക്ക് ഒന്ന് ഫ്ലാഷ് തരൂ കുട്ടി. നമ്മൾ ആര്യനെ കൂട്ടാണ്ടാണ് ഇവിടെ വരാറ്. പക്ഷെ ഇന്ന് നമ്മൾ ആര്യനെയും കൊണ്ടുവന്നിരിക്കുകയാണ്. ആര്യ സേ ഹായ്. ഓ ഭയങ്കര വിളിച്ചു നവ്യ. കുറച്ച് ഫ്ലാഷ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ബൈ. സൈനിങ് ഓഫ്. ആയിട്ടില്ല, എനിക്ക് കുറച്ച് പറയാനുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവർ വീഡിയോയിൽ വരുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. ഇനി വന്നിട്ടില്ലല്ലോ. ഒന്നുമില്ല. ആരെ കഥാപ്രസംഗത്തിന് മണി അടിച്ചേ. അപ്പം ഇന്ന് ഈ വ്ളോഗ് എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, ഒന്നും മിണ്ടാണ്ടിക്കുക. എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നൊന്നും എനിക്കൊരായി. അപ്പൊ ഇപ്പെന്ന് പറഞ്ഞാൽ സമയം 12 മണി കഴിഞ്ഞു. സമയം 12 മണി കഴിഞ്ഞു. ഇതെല്ലാം 12 മണിയാ. അപ്പം വീണ്ടും എൻ്റെ ലൈഫിൽ ഒരു ട്വിസ്റ്റുകളായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി. എൻ്റെ വൃക്കകൾ എന്ന് പറയാല്ലേ, വൃക്ക 2 ഉണ്ടല്ലേ അല്ലേ? എൻ്റെ വൃക്കകൾ എന്നെ ശരിക്കും സർപ്രൈസ് ചെയ്തു പോയി. ഞാനിപ്പോൾ ഫ്രീസായിട്ടുള്ളത്. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഇന്ന് 27-ാം തീയതിയാണ്. 30-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ. ഇന്ന് 28. ഓ നോ ഈ 12 മണി കഴിഞ്ഞു. ഇന്ന് 28ആണ്. അപ്പോൾ 12 മണി കഴിഞ്ഞ് ഇന്ന് 28, സെപ്റ്റംബർ 28. സംഭവം സെപ്റ്റംബർ 30 എൻ്റെ പിറന്നാളാണ്. ഇവള് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്നെ സർപ്രൈസ് ചെയ്തു ശരിക്ക്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ പിറന്നാളിന് കേക്കുകൾ മുറിച്ചത് എത്ര തൊട്ടാണ് കേക്ക് മുറിച്ചത്? അതിനുശേഷം നമ്മൾ കഴിഞ്ഞ കൊല്ലം കേക്ക് മുറിച്ചിട്ടില്ലേ? MRA പോയിട്ട് നമ്മളൊരു കേക്ക് മുറിച്ചു.
അത് രണ്ടും ഞാൻ എക്സ്പെക്റ്റഡ് കേക്കുകളാണ്. അതായത് ഒരു കൊല്ലം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അൺഎക്സ്പെക്റ്റഡ്ലി അമൃതേൻ്റെ ട്രീറ്റിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പിറന്നാളിന് എനിക്ക് കേക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങി മുറിപ്പിച്ച്. പക്ഷേ ഇത് ഞാൻ ശരിക്കും ഞെട്ടി ഗായ്സ്. പക്ഷേ എൻ്റെ മുഖത്ത് എനിക്ക് എക്സ്പ്രഷൻ വരുന്നില്ല, ഞാൻ ഫ്രീസായിപ്പോയി. ഇന്ന് ആദ്യമായാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പിറന്നാളിന് 2 ദിവസം മുന്നേ എൻ്റെ പിറന്നാളിന് കേക്ക് മുറിക്കുന്നത് ഗായ്സ്. കേക്കും ഇത് കണ്ടിട്ടിപ്പം ഇവളുടെ എക്സ്പ്രഷൻ എനിക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷെ ഞാനത് എടുക്കുന്നില്ല, കാരണം അതെടുത്താൽ ചിലപ്പോൾ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലേ. അപ്പം ഞാൻ പിന്നെയും ഇപ്പം ഞാൻ ശരിക്കും കുറച്ചും കൂടെ എക്സൈറ്റഡ് അല്ലേ ഞാൻ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ട്വിസ്റ്റ് സംഭവം. ഞാൻ ഈ പാവങ്ങളെ ഞാനിങ്ങനെ പറഞ്ഞു, ഇവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ദുരന്തത്തിൽ ഇവരിട്ട് കഴിഞ്ഞാൽ ഇവരെയും കൂടെ ആൾക്കാർ ടയറിലിടും. പക്ഷേ കേക്ക് ഈ റൂമിലേക്ക് കൊണ്ടുവന്നു. കേക്ക് ഞാൻ അന്നേരം ശ്രദ്ധിച്ചില്ല, കാരണം ഞാനിത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ എന്നോട് ചോദിച്ചു എഴുതിയത് കണ്ടിന്യൂ എന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, എഴുതിയത് ഞാൻ നോക്കുന്നില്ലല്ലോ, കാരണം അതൊരു കേക്കാണല്ലോ, കേക്കിൽ നോർമലി എന്തെങ്കിലും വിഷ് ചെയ്തത് എഴുതിയിട്ടുണ്ടല്ലോ. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ കേക്കിൽ എഴുതിയ സാധനം ഞാൻ കാണിച്ചു തരാം. ഓ മൈ ഗോഡ്, എന്നെ ഇവരൊരു ഇൻഫ്ലുവൻസറായി കണ്ടിരിക്കുന്നു ഗായ്സ്. തൃപ്തിയായി എൻ്റെ ജീവിതം ധന്യമായിരിക്കുന്നു.